മലക്കം പറഞ്ഞ് കിടന്ന് പറഞ്ഞ് കീഞ്ഞിപ്പാഞ്ഞ് വേലിച്ചാടി കുഴപ്പന്മാര് തേരിച്ചാഞ്ഞ് തോടി. ഞാൻ നല്ലവനാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നല്ലതാണെന്ന് ഞാൻ എവിടെയും വന്നിരുന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടുമില്ല. കായൊക്കെ റിലീസായ സമയത്ത് വലിയ രീതിയിൽ അതിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളുടെ പോർട്രേൽ അത് സ്ത്രീ വിരുദ്ധമാണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ കാര്യം ഐ ഡോണ്ട് കെയർ. കാരണം ഇപ്പം സബ്സ്ക്രിപ്ഷനൊക്കെ വന്നല്ലോ. അതൊക്കെ നമുക്കിപ്പോൾ ഏകദേശം മിണ്ടാതെ തന്നെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിഫൈങ് ആണോ ചെയ്യുന്നത്, അല്ല സ്വയമാണോ, അങ്ങനത്തെ ഒരു ഡിഫോൾട്ട് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്താ 1983 വാടി അഭിനയിക്കടി എന്നിട്ട് കാട്ട് ഇത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആര് ചെയ്യാനാ? അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചെയ്യരുത്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം ഞാനിത് ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ഞാനൊരു ഗിറ്റാർ മേടിച്ച് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ ഗുണ്ടായി ഫോൺ ചെയ്യുന്നത് അവൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മളെ വിചാരം അതിനും വേറൊരു തരം നല്ല വാക്കുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ വിചാരിച്ചിരുന്നത്. എല്ലാത്തിനും നമ്മൾ സംസാരിക്കുന്നത് എന്തോ അത് അത്ര നല്ലതല്ല എന്നുള്ള മറ്റേ വലിയമ്മക്ക് ഒന്ന് ചന്തണ്ട കാട്ടറ് അല്ലെങ്കിൽ രാറ്റണ്ണാണ്ട് തന്നാണ്ടല്ലോ പാരഡിയെ മണ്ണപ്പിക്കുന്നൊക്കെ പറയാം നമ്മൾ. ഇപ്പം ബേബി ജീൻ എന്ന് പറയുന്ന ആള് കുറച്ചുകൂടെ നാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ പാട്ടുകളിൽ വരികളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നാടിൻ്റെ ഒരു എലമെൻ്റ് എപ്പോഴും അതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കായൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ടെറൈൻ മാറുമ്പോഴും അതിൻ്റെ സത്ത നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ട് തോന്നുന്നു. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? എവിടെ നിന്നാണ് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകുന്നത്? ഇല്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ എന്നെ പുഷ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല. ഞാനിങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഞാൻ വാക്കുകൾ എടുക്കുന്നതും എൻ്റെ ഭാവന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതും ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ് തിങ് ഫ്രം എനി ബുക്ക്. ഞാനൊരു ബുക്ക് റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസിൽ വെച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. വായനയും കുറവാണ് ഇപ്പം. അപ്പം നമ്മൾ ഒരു കണ്ടൻറ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് അതിനെ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ അതിനൊരു ലിറിക്സ് ആക്കുമ്പം നമുക്ക് ആദ്യം ഓടി വരിക ഇപ്പം കായ് എന്ന് പറഞ്ഞ ട്രാക്കിൽ ഇപ്പം ആദ്യം തുടങ്ങുന്നതിനെ മലക്കം പറഞ്ഞ് കിടന്ന് പറഞ്ഞ് കീഞ്ഞിപ്പാഞ്ഞ് വേലിച്ചാടി കുഴപ്പന്മാർ തേരിച്ചാഞ്ഞ് തോടിച്ചാടി. അപ്പോൾ ഈ തേരിച്ചാഞ്ഞ് തോടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഈ കുളത്തിൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോകും. അപ്പോൾ ഒരു ദിലീപേട്ടൻ്റെ കുളവും, ആക്ടർ ദിലീപല്ല, ദിലീപേട്ടൻ്റെ കുളം അങ്ങനെ എന്തോ പറയും, കടവല്ലൂർ. അതായത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് എൻ്റെ ബോർഡറിലാണ്, മലപ്പുറം ബോർഡറിലാണ് എൻ്റെ. ഞങ്ങളൊരു പാടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 200 മീറ്റർ 300 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റായി. അപ്പോൾ അവിടെ വേറെ കൾച്ചറാണ്, ഇപ്പുറത്ത് വേറെ കൾച്ചറാണ്. കാരണം അന്ന് പണ്ട് റോഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടേക്കണേ, വഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളവിടെ ജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നീന്നേ പറയാം. ഒരു 500 മീറ്റർ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പാലത്തിൻ്റെ വ്യത്യാസത്തിൽ അതെ ആ പാടമാണ്. അപ്പോൾ ആ പാടത്തിൻ്റെ നടുവ് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോടാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള തോടും അതിൻ്റെ ഉള്ളിലുള്ള ആ തോടിൻ്റെ അകത്തുള്ളൊരു കുളവും അത് വറ്റണ സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതും അതിൻ്റെ ഇവിടെ തന്നെ അടുത്ത് തന്നെ ഒരു തേര് അതിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നതും. അപ്പം അതൊരിക്കലും ഞാൻ മറക്കാത്തൊരു മരമാണ് തേര് എന്ന് പറഞ്ഞത്. കാരണം ഞാൻ ആ പോയ സമയത്ത് മേലൊക്കെ ആകെ ചൊറിഞ്ഞ് പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ പോയി ഒരു സ്റ്റേജിലെത്തി, ലെവലെത്തി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ തോന്നിയത് അതാണ്. അപ്പോൾ അത് പേപ്പറിലാക്കാന്നുള്ളത് അത്രയും സിമ്പിളാണ് പരിപാടി. ഐ മീൻ ഫോർ മീ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ഒരു ഇമേജ് അവിടെ കൊടുക്കാന്നുള്ളത് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. ഞാനൊരു വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഒരു മൂവി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വേറെ തന്നെ രീതിയാണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ ലിറിക്സ് ആരെങ്കിലും തയ്യാറാക്കി തരും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ലിറിക്സ് എടുക്കും. സ്റ്റിൽ നമ്മൾ ആ വേർഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ് എടുക്കുക. ബട്ട് നമ്മുടെ ഒരു ഓൺ ട്രാക്ക് എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസിൽ കൂടെ നമ്മൾ കുറേ കാര്യങ്ങളിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകും. അപ്പം അത് അടിപൊളിയാണ് ആ പരിപാടി. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ആ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സത്ത് അല്ലെങ്കിൽ ആ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലാങ് ഡയലക്റ്റൊക്കെ അതിൽ വന്ന് കയറുന്നത്. ഇപ്പം ഇത് ബേബി ജീൻ്റെ ഓൺ റൈറ്റിംഗ് വരുമ്പം ഇത്തരം എലമെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് വർക്ക് ഇപ്പം ബാക്കിയുള്ള ആളുകളായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുന്നു. ഇപ്പോൾ ഡാബ്സിയുടെ കൂടെ വരുന്നുണ്ട്, മൂസിൻ പരാരിയുടെ പന്തൽച്ചാണ്ടിൽ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ കൊളാബറേറ്റീവ് വർക്കാണല്ലോ ഇത്. അപ്പോൾ ഇതിൽ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും, പല ആൾക്കാരുടെ പാസ്റ്റ് ആയിരിക്കും. അതൊന്നിച്ച് വരുന്നതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ്? മറ്റേ നമ്മുടെ പന്തൽച്ചാണ്ട് ചെയ്യുമ്പം നമ്മളിരുന്ന് ഞാനൊരു
നല്ല കുട്ടിയായിരുന്നു. കാരണം അതായത് എനിക്ക് പെട്ടെന്ന് പരിപാടി കിട്ടി, ഞാൻ പെട്ടെന്ന് അസൈൻമെന്റ് വെക്കണ പോലെ ലിറിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂൾ വിട്ട് വരുന്ന മുതലാണ് ഞാൻ ആലോചിച്ചത്. അപ്പം അവിടുന്ന് തൊട്ടിട്ടുള്ള ലിറിക്സാണ് ഞാൻ ആ പാടത്ത് കളിക്കാൻ പോയതും, നമ്മൾ സ്കൂൾ വിട്ടിട്ട് ആ യൂണിഫോം ഇട്ടിട്ട് തന്നെ നേരെ കളിക്കാൻ പോണത്. കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വടിവെട്ടി വീട്ടിൽ ഉമ്മ ഉണ്ടാവും. അപ്പോൾ ഈ ചായ എന്ന് പറഞ്ഞത് എനിക്കത് അത്ര ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഒന്ന് വലുതായിട്ട് ഈ പിള്ളേരെ കാണുമ്പോൾ ഇവന്മാർ സ്കൂൾ വിട്ട് വന്ന് വേഗം എറിഞ്ഞ് ചായ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മോന്തി മിച്ചറൊക്കെ ഒറ്റയടിക്ക് വലിയ പോക്കറ്റ് ഇടും മിച്ചർ. എന്നിട്ട് ഒറ്റ ഓട്ടാണ്. കാരണം അവിടുന്ന് വരുമ്പോൾ തൊട്ടേ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. ഇൻ ബിറ്റ്വീൻ അവരുടെ ഇതിലേ ഇല്ല, അതവർ ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഓർമ്മകളിൽ തന്നെയാണ് അതിൻ്റെ ഒരു സാധനം വരുന്നത്. ഇപ്പോൾ ഒരു പുതിയ പാട്ട് എൽ ക്ലാസിക്കോ മൂവിയിൽ ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ മ്യൂസിക്കാടെ തന്നെ. അപ്പോൾ അതിലും ഇതേപോലെ ഒരു 2 ട്രാക്ക് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കാനായിട്ട് ഒന്നും കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മളൊരു ട്രൈബിൽ നിന്നിട്ട് ചെയ്യുമ്പോഴേ വേറെ സ്പെസിഫിക്കലി ഒന്നുമല്ല, നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങളും എക്സ്പീരിയൻസസും ഒക്കെ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ കുറച്ചൊക്കെ സെയിം ആയിരിക്കും. അപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്, വേറെ അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് മലബാർ എന്നുള്ള വാക്കുകൾക്ക് ഇപ്പോൾ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ പ്രത്യേകിച്ചും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ഭയങ്കര ഒരു സ്വാഗ് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയാണല്ലോ. പക്ഷെ കുറച്ചു കാലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം വാക്കുകളോട് ഇപ്പം കേരളത്തിലെ ബാക്കി അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെയാണെങ്കിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു ടേക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു മാറ്റം ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യിക്കുന്നത്? ഇറ്റ്സ് എ വിൻ ആക്ച്വലി. അതിൻ്റെ ഒരു ഭാഗം ആയതിൽ ഐ ആം സോ പ്രൗഡ്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് വരെ കിട്ടിയിട്ടുണ്ട്. കാരണം ആരെയും കുറ്റം പറയല്ല, ഐ മീൻ ഉമ്മ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ അവർ എന്നുള്ളതിന് ഓറ്റിങ്ങ എന്നൊക്കെ പറയും. ഞാനത് ഉപയോഗിച്ചിരുന്നില്ല. എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുള്ള വാക്ക് പോലെ ഒറ്റിങ്ങ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം ഞാനും ഇങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് സംസാരിക്കാൻ. ഇപ്പം മറ്റേ നമ്മൾ ചെറുപ്പത്തിൽ ഈ ചോറും കറിയും വെച്ച് കളിക്കും. അപ്പോൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ലൈഫൊക്കെ ആണല്ലോ ചോറും കറിയും വെച്ചൊക്കെ കളിക്കുമ്പോൾ. അപ്പം എൻ്റെ വീട്ടിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഫ്രണ്ട്സാട്ടോ. അപ്പോൾ ഫോൺ ചെയ്യുന്നത് അവൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മളെ വിചാരം അതിനും വേറൊരു തരം നല്ല വാക്കുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ വിചാരിച്ചിരുന്നത്. എല്ലാത്തിനും നമ്മൾ സംസാരിക്കുന്നത് എന്തോ അത് അത്ര നല്ലതല്ല എന്നുള്ള മറ്റേ വലിയമ്മക്കൊന്ന് ചെന്താണ്ട കാട്ടണേ. അപ്പോൾ നമുക്ക് അത് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെന്നിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളവരടുത്താണ് ഞാൻ സംസാരിക്കുക. ആൻഡ് ഞാനതിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്, ചെന്താണ്ട കാട്ടണേ. അല്ലെങ്കിൽ രാറ്റണ്ണാണ്ട് തന്നിട്ടല്ലോ പാരഡി ഞാൻ മണ്ണപ്പിക്കുന്നൊക്കെ പറയാം നമ്മൾ. അപ്പം ഇത് നമ്മൾ സ്നേഹത്തിൻ്റെ ഇതിലാ പറയാം. പക്ഷെ ഇത് പുറത്തുള്ള ഒരാൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒഫൻസീവായിട്ട് തോന്നും. അത് അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് പേരെന്താണ്ടാ എന്താണ് മോൻ്റെ പേരെന്താണ് ആ ഒരു സാധനമൊക്കെ വരില്ല. അപ്പം നമുക്ക് എന്തോ നമ്മളൊരു പ്രശ്നമാണ് തോന്നും. പക്ഷെ എനിക്ക് ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ മട്ടാഞ്ചേരി സൈഡ് നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബീച്ച് സൈഡാണ്. ഞങ്ങളിപ്പോൾ ഒരു പൊന്നാനി കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി മീൻ കൂട്ടുന്ന ആൾക്കാരാണ്. ആൻഡ് അങ്ങനത്തെ ഫിഷർമാൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമ്മളിതുപോലെ എന്താണ്ടാ ജെടുക്ക പോണ് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അപ്പം അതിപ്പം ട്രാക്കിൽ കൂടെ കൈൻഡ് ഫ്ലെക്സ് ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇത്. ആൻഡ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ ആം സോ പ്രൗഡ്. ഞാനിതിൻ്റെ ഒരു പാർട്ടായി. ആൻഡ് ഞാനും ആ ഒരു സീനിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഒരു സമയത്ത്. വീട്ടിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ഡയലക്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നാണെങ്കിലും ഒക്കെ കുറേ നമ്മൾ മലയാളം ക്ലാസ്സിലൊക്കെ ഒരുപാട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ കണ്ടു ടീച്ചർമാരൊക്കെ സ്കൂളിലും നല്ല മലപ്പുറം ഭാഷയാണ് സംസാരിക്കുന്നത്. മലപ്പുറം ഇൻ ദ സെൻസ് എവിടെയാണോ ആ സ്കൂൾ അവിടുത്തെ ഭാഷകളാണ് സംസാരിക്കുന്നത്. പണ്ട് ടീച്ചേഴ്സൊന്നും നമുക്ക് അങ്ങനെയല്ല. നമ്മൾ സ്കൂളിൽ വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ഇപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് കൂടുതലും പോസ്റ്റ് കിട്ടുക ടീച്ചർമാർ പോസ്റ്റ് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും. അത് അങ്ങോട്ടും കൂടി ഷഫിൾ ചെയ്തിട്ടല്ലേ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ച 5ാം ക്ലാസ് മുതൽ. അപ്പം അവിടുന്ന് അത് വരുന്ന ടീച്ചർമാർ കംപ്ലീറ്റ് അവിടുന്നാണ്. അങ്കമാലി, തൃശ്ശൂർ, എറണാകുളത്ത് നിന്നൊക്കെ ടീച്ചർ വരലുണ്ടായിരുന്നു. ആകെ ഒരു ടീച്ചറുള്ള ഞങ്ങളുടെ ആസിയ ടീച്ചർ അറബിക്ക്. ആള്
മലപ്പുറം ഇതിൽ തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ആകെ സ്കൂളിൽ നിന്നുള്ളൊരു മലപ്പുറം ഭാഷയോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഭാഷയോടുള്ളൊരു ശൈലിയോടുള്ളൊരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസി ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒതുളൂരിൽ നിന്ന് ഇതേപോലെ ഒരു അറബിക് ടീച്ചർ വരണം. അത് നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും പോസ്റ്റ് കൂടുതലും ടീച്ചേഴ്സിന് കിട്ടുക. സോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ബുള്ളിങ് നമ്മുടെ ഒരു ഡയലക്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എറണാകുളത്ത് വന്നിട്ടും ഞാനത് ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര ഒരു ന്യൂട്രലായിട്ടാണ്. അതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രം നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ചൊരു 1 വീക്ക് ഓട്ടോമാറ്റിക്കലി അതാവും. പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. എറണാകുളത്ത് നമ്മൾ പല ആൾക്കാരല്ലേ കാണുന്നത്. സോ ഈസിലി ഷിഫ്റ്റ് ആവും. ഇപ്പോൾ ഞാൻ ടാബ്സിലായിട്ട് സംസാരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. പിന്നെ കണ്ണൂർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗണുവില്ലേ, ഗണപതി, പിന്നെ അതേപോലെ സ്വാതി ഉണ്ട്, പിന്നെ നമ്മുടെ അഭിരാമേട്ട ഉണ്ട് പൊതുവാള്. അപ്പം ഇവരൊക്കെ ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു നൈസിൽ മറ്റേ കണ്ണൂർ ഭാഷ വരും. ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണത്. ആൻഡ് കൺസിഡറിങ് ദിസ് ഓൾ തിങ് ഐ എം സോ ഹാപ്പി. ആ ഒരു ഇതിപ്പം ഒരു മാറ്റം, ഈ പറയുന്ന മാറ്റം ഫാഷനിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുന്നേ നമ്മളിപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴുള്ള ഫാഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് എപ്പോഴും തട്ടമിട്ട് സ്ത്രീകൾ മാത്രമുള്ള ഒരു നാട് എന്നുള്ള രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും മ്യൂസിക്കിലേക്ക് വരുമ്പം അവിടെ സ്ത്രീകൾ അവതരിപ്പിക്കപ്പെടുന്നതാണെങ്കിലും ഫാഷന് കൊണ്ടുവരുന്നതാണെങ്കിലും അത് വളരെ ക്രിയേറ്റീവാണ്. അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമാറ്റ് ഒന്നുമില്ല. അതിനെങ്ങനെ വേണമെങ്കിലും പൊളിക്കാനും ഏറ്റവും നാടൻ ലുക്കിലേക്കും ഇന്റർനാഷണൽ ലുക്കിലേക്കും ഒരേ സമയം ഷഫിൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഫാഷനെ റെപ്രസെന്റ്, പ്രത്യേകിച്ചും ഫാഷനിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഈ ഫാഷനെ ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്ന എത്രത്തോളം എക്സൈറ്റിംഗ് പരിപാടിയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് പരിപാടിയാണ്. കാരണം ഞാൻ ഇവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വന്ന ഒരാളാണ്. I was a fashion designer and ഇപ്പോഴും I'm doing fashion through my music video, through my lifestyle. And എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഗൈ, ഒരു ഫാഷൻ പഠിക്കാൻ വന്ന ഒരു ഗൈ മ്യൂസിക് വീഡിയോ കൂടെ അവൻ്റെ ഫാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാര്യമല്ലേ. സോ ആൻഡ് ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്, ഒരു കോസ്റ്റ്യൂം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഓക്കെയാണ്. നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ തന്നെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഉണ്ട്, കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ പാൻറ്റ് സാധനങ്ങൾ ഒക്കേഷനലി നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുമല്ലോ. ആൻഡ് കോസ്റ്റ്യൂം വൈസ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് താങ്ക് ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പീപ്പിൾ, എൻ്റെ മ്യൂസിക് വീഡിയോ ആൾക്കാർ കാണുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ടൈപ്പ് ഓഫ് സാധനം ഇപ്പം കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഐഡിയാസ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. എൻ്റെ വാർഡ്രോബ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഗേൾസ് മാത്രമല്ല, പെൺപിള്ളേരെ മാത്രമല്ല, ആൺപിള്ളേരെ ആണെങ്കിൽ കൂടെ നമ്മളിപ്പം എൻ്റെ ഒരു ട്രാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊത്തത്തിൽ സിറ്റുവേഷനും കോസ്റ്റ്യൂമും അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഫ്ലെക്സ് പറഞ്ഞുകൊണ്ടൊരു ട്രാക്ക് വരുന്നുണ്ട്. അത് ഈ വർഷം ഉണ്ടാവുമെന്ന് അറിയില്ല, കുറച്ചും കൂടെ തീർക്കാണ്ട് പണികൾ വേറെ കുറേ ട്രാക്കുകളായിട്ട്. അപ്പം ആ ഒരു ഇത് നമുക്ക് ഓക്കെ ആണെന്നുള്ളൊരു സാധനമാണ്. നമ്മൾ ഇപ്പം പുതിയൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പുതിയൊരു കാര്യമല്ല. കാരണം നമ്മൾ മ്യൂസിക് വീഡിയോസൊക്കെ കാണുന്നതാണല്ലോ. ആൻഡ് ഇതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. ഇതിനെ തേച്ചും എനിക്ക് നന്നാക്കാൻ നോക്കണമെന്നാണ് മണ്ടത്തരം. നമ്മളൊരു ടൈപ്പ് ഓഫ് ജോൺറയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു കാറ്റഗറിക്ക് ഒരു സ്വഭാവമുണ്ട്. ഞാൻ നല്ലവനാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നല്ലതാണെന്ന് ഞാൻ എവിടെയും വന്നിരുന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടുമില്ല. സോ അതിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അതിൻ്റെ രീതിയിൽ ഞാൻ വിടുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ലോകത്ത് മൊത്തം ഒരു കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ സിനിമയോളം അല്ലെ സിനിമയേക്കാൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. കൂടുതൽ മാർക്കറ്റബിൾ ആണ്, ഇതിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നു, ഇതിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നു, അവിടെ ഒരുപാട് വിഷ്വലി നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നു, അതേസമയം പൊളിറ്റിക്കലാവാൻ പറ്റുന്നു. ഇങ്ങനൊരു സ്പേസ് ലോകത്ത് മുഴുവൻ ഈ മ്യൂസിക് വീഡിയോയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിനെങ്ങനെയാണെന്നേ? നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനൊരു പൂവും പൂമ്പാറ്റയും അല്ലാത്ത വരികൾ, വേറെ ഒരു പ്രകൃതിയിൽ നിന്ന്
എടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അത്ര ഒരു സുഖകരമല്ലാത്ത, സൗന്ദര്യം കൊടുക്കാത്ത അങ്ങനത്തെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമരം ആയിട്ട് അതിനെ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും മ്യൂസിക്കിൽ നിന്ന്. ആൻഡ് പുറത്തത്തെ കാര്യം നമ്മൾ നോക്കുമ്പം അത്രയും സ്ട്രീംസ് ഉണ്ട് അവർക്ക്, വേൾഡ് വൈഡാണ്. സോ ദേ ആർ ഗെറ്റിംഗ് ഗുഡ് മണി. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു കൊച്ചു പടം ഉണ്ടാക്കുന്നതിനേക്കാളും ഇൻറ്റു 2 എമൗണ്ടാണ് ഒരു മ്യൂസിക് വീഡിയോയുടെ പ്രൊഡക്ഷൻ വരുന്നത്. ദേ ആർ ഗെറ്റിംഗ് ഗുഡ് മണി ഫ്രം വേൾഡ്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം, ഞാനിത് ഒരിക്കലും എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് തത്തയിതാതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ഞാനൊരു ഗിറ്റാർ മേടിച്ച് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ ഗുണ്ടായി. അപ്പം ഉള്ളിൽ ഉണ്ടായിരിക്കാം അന്നൊക്കെ പാട്ട് അല്ലെങ്കിൽ ആർട്ട് എന്നുള്ളൊരു സാധനം, ചെറിയ പരിപാടി അങ്ങനെ. അപ്പോൾ ആർട്ട് ഓഫ് കോഴ്സ് ഉള്ളിലുണ്ട്, നമ്മളതിനെ റിയലൈസ് ചെയ്യണമൊന്നുമില്ല. ആൻഡ് ഗിറ്റാർ മേടിച്ചു 2 വട്ടം, ഉമ്മ കുറച്ച് പൈസയൊക്കെ തന്നു, ഗിറ്റാർക്ക് മേടിച്ച്. വീട്ടിൽ വൻ പ്രശ്നം, അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ ഒളിച്ചിട്ടൊക്കെയാണ് പോവുക വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. പക്ഷെ ഒരു ലിമിറ്റഡ് കപ്പിൾ ഓഫ് ക്ലാസ്സസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നാട്ടിലൊക്കെ ഓനാ പോണ്, മറ്റേ ബാക്കിൽ ഇതും തൂക്കിയിട്ട് ഓനാ പോണ്, അത് സാധനം പറയും. അപ്പോൾ അങ്ങനെ അവിടെ ഇത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എഴുത്തും പരിപാടിയും ഒക്കെ മൈൻഡിലുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഫുൾ ടൈം പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, വീട്ടിൽ കയറൽ കുറവാണ്. അത്രയും നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമൊക്കെ ഉറങ്ങാൻ വരിക എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ കോവിഡിൽ അങ്ങനെ എഴുതാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്കപ്പോൾ ഒരു പെന്നും പേപ്പറും മതിയായിരുന്നു. ഒരു ഇത് ഏതൊരു ആൾക്കും ഒരു ഇതും ഇല്ലാതെ തന്നെ ഇതിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന, നിൻ്റെ ഉള്ളിൽ വരികളുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കത് വേറൊന്നും വേണ്ട, ഇതിനെ നമുക്കൊരു പുറത്തേക്ക് വിടാൻ. ആ ഒരു കലക്കാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഇവിടെ, വേൾഡ് വൈഡ്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ചെറുപ്പത്തിൽ ഇതുകൊണ്ടുപോയി പഠിപ്പിക്കണ്ട. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, ഞാനൊരു പാട്ടുകാരനല്ല. പക്ഷേ എനിക്കെൻ്റെ കല എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു വെക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന വരികൾ വെച്ച്, എനിക്കറിയാവുന്ന കണക്ഷൻസ് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രാക്ക് ഇറക്കുന്നതൊക്കെ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുള്ളത് കൊണ്ടായിരിക്കാം വേൾഡ് വൈഡിൽ അത്രയും ഒരു അംഗീകാരം കിട്ടുന്നത്. ഏതൊരാൾക്കും ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് ഒരു ലോകം കീഴടക്കാൻ പറ്റും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ഓൺ തോട്ട്സിൽ ഒരു പാട്ടിറക്കുന്നതും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടിറക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പം മോഹിനിയാട്ടത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതൊരു പക്ഷേ ബേബി ജീൻ്റെ സാധാ ട്രാക്കുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും, എനിക്കറിഞ്ഞൂടാ, ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്? ഇങ്ങനെ ഇരിക്കും. അതിപ്പോൾ ഈ ഒരു ഫോണ് ഉണ്ടാക്കിയ ഒരാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുന്നതും എന്നോട്, ഇപ്പം നിങ്ങളോട് ഞാൻ ഈ ഫോണ് അവിടെ വെച്ചിട്ട് അതിനെക്കുറിച്ച് 2 വാക്ക് എഴുതാൻ പറയുന്നതും പോലെ ഇരിക്കും. എനിക്കത് കണ്ടിട്ടുള്ളൊരു സാധനം ഉണ്ടാവുള്ളൂ. എനിക്ക് ഇപ്പം ഞാനിത് ഉണ്ടാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, ഇതിൻ്റെ എന്താ പറയുക, എന്തൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, ഇതുവരെ ചെയ്തു വെച്ച പണിയെല്ലാം നമുക്കറിയാലോ. അതെ. അപ്പം ആ ഒരു അങ്ങനത്തെ ചെറിയ ഞാൻ പറഞ്ഞ എക്സാക്റ്റ് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ അല്ല, നമുക്കറിയാലോ നമ്മളൊരു വേറെ ആളുടെ ഒരു. പക്ഷേ നമുക്കുള്ളിൽ കൂടെ എഴുതാൻ പറ്റുന്ന ചാൻസസ് വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ലാസിക്കോ എന്ന് പറഞ്ഞ മൂവി, ഇപ്പം അതിലൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് വന്ന വരികളാണ്. അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതൊരു ഫുട്ബോൾ പശ്ചാത്തലത്തിൽ പോണതാണ്, മന്തി, ടർഫ്, ആൻഡ് കുറേയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ ഹെൽപ്പാവുന്ന മൂവീസ് ഒക്കെ ഇടയ്ക്ക് വരും. പിന്നെ വയലൻസ് വൈസ് ആണെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് ഇപ്പം നിയോൺ റൈഡ്. പിന്നെ എൻ്റെ ടൈപ്പ് ഓഫ് ഒരു ജോൺറയിൽ എൻ്റെ ഒരു ടൈപ്പ് കുറച്ചും കൂടെ ഒരു വയലൻസ് ടൈപ്പാണ്. കാര്യം എങ്ങനെ ഇരിക്കുമെങ്കിലും അപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. ഇപ്പോൾ തലക്കനയാണെങ്കിലും മറ്റേ കായാണെങ്കിലും ഒരു അരഗൻസ് ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ ടൈപ്പ് ഓഫ് മൂവി മാർക്കോ ആൻഡ് മാർപ്പാപ്പയുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഒന്നും കൂടെ എനിക്ക് എൻ്റെ ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു അരഗൻസ് വയലൻസ് എന്നുള്ള സാധനമൊക്കെ പറ്റും. എൽ ക്ലാസിക്കോന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? ജഗപ്പൊകാം. അതായത് ജിംഖാനയുടെ ഒരു വേറൊരു ആൾക്കാരെ എല്ലാവരും ഉണ്ട്. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ മിനിമം കുഞ്ഞളാപ്പ വല്യളാപ്പ എന്നിട്ടൊരു കുറച്ചൊരു എളാപ്പാരും മൂത്താപ്പാരും അനിയന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു കഥ. അവർ ഈ ഒരു ഫുട്ബോൾ ടർഫ് പശ്ചാത്തലത്തിൽ കൂടെ കളി ബേസ് ചെയ്തിട്ടൊക്കെ പോണൊരു പരിപാടി. ആൻഡ് അത് ഇതേപോലെ തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമാണ്, നല്ല ഹെക്റ്റിക്കാണ്, നല്ല രസമാണ്. വന്നാണോ പ്രൊമോഷനായിട്ട്? ഇപ്പോൾ സ്കെഡ്യൂള് ബ്രേക്കായി, 2ാമത്തെ സ്കെഡ്യൂള് ബ്രേക്കായി. ഇനി
കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത ഒരു നെക്സ്റ്റ് സീസൺ പോലൊക്കെയാണ് അത് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഓടി എത്തിയെന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ റഷ് കിട്ടാനും അതേസമയം ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം വരാനും സാധ്യതയുള്ള ഒരു സ്പേസ് ആണല്ലോ. ഇപ്പം കായൊക്കെ റിലീസായ സമയത്ത് വലിയ രീതിയിൽ അതിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പം അതിൽ സ്ത്രീകളുടെ പോർട്രേൽ അത് സ്ത്രീ വിരുദ്ധമാണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു കൂടുതൽ അതിലെ ഡ്രസ്സിങ്, അവരുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് അതിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിൽ വരികളിൽ മറ്റേ ഇംഗ്ലീഷ് റാപ്പ് പോർഷനിലും അതിൽ ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് സ്ത്രീ വിരുദ്ധമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മമ്മൂട്ടി സാർ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കണു, വീട്ടിൽ പോകണു, വീട്ടാനായിട്ട് ചോറുണ്ടു. ഹീസ് എ ഫാമിലി മാൻ. ആൻഡ് എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു നല്ലൊരാളല്ല. ആൻഡ് ആ ഒരു ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ഫിൽത്തി റിച്ച് അൺഎഡ്യൂക്കേറ്റഡ് ഗൈഡ് ഒരു POV ആണത്. ആൻഡ് അതിൽ എനിക്ക് എൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മാനിഫെസ്റ്റേഷനും കുറച്ച് തോന്നിവാസങ്ങളും ഒക്കെ കൂടിയിട്ടുള്ളൊരു ട്രാക്കാണ്. അതൊരിക്കലും ഒരു നല്ല മെസ്സേജ് അല്ല. ആൻഡ് ഐ ഹാവ് ഡൺ ദാറ്റ് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് എന്നുള്ളൊരു ബോർഡും വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് അത് കേൾപ്പിക്കാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കേണ്ടത് പാരൻസ് ആണ്. അപ്പം പിന്നെ ഒരു വിഷമം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ കാര്യം ഐ ഡോണ്ട് കെയർ. കാരണം ഇപ്പം സബ്സ്ക്രിപ്ഷനൊക്കെ വന്നല്ലോ. അതൊക്കെ നമുക്കിപ്പോൾ ഏകദേശം മിണ്ടാതെ തന്നെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിഫൈങ് ആണോ ചെയ്യുന്നത്, അല്ല സ്വയമാണോ, അങ്ങനത്തെ ഒരു ഡിഫോൾട്ട് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ സിമ്പിളി. അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. പിള്ളേരുടെ കാര്യമാണ് എനിക്ക് കൺസേൺ ഉള്ളത്. ഇപ്പോൾ ഈ അമ്മമാരൊക്കെ വന്നിട്ട് പറയും, ഉമ്മമാരൊക്കെ വന്നിട്ട് ഇവർക്ക് എൻ്റെ കാര്യം ഭയങ്കര ഇഷ്ടം. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെയ്യരുത്. ഞാനിതിൻ്റെ ഹിപ്പോപ്പ് എലമെൻറ്റിനെ കറക്റ്റ് അതിൻ്റെ സെൻസിറ്റീവ്നെസ്സിൽ തന്നെ നിന്നിട്ട് നോക്കി കാണുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന കണ്ടന്റ് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. വിത്ത് കൺസെന്റ് തന്നെയാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. ഐ ഗോട്ട് ദ അഗ്രിമെന്റ് വിത്ത് മീ. അല്ലാതെ എന്താ 1983 വാടി അഭിനയിക്കടി എന്നിട്ട് കാട്ടത് അങ്ങനെയൊക്കെ ആര് ചെയ്യാനാ? അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചെയ്യരുത്. വിത്ത് റെസ്പെക്ട്, വിത്ത് കൺസെന്റ് യു ക്യാൻ ഡു ബിസിനസ്, യു ക്യാൻ ഡു ആർട്ട്. യു ക്യാൻ ഇപ്പം ന്യൂഡ് ആർട്ട് വരക്കുന്നില്ലേ, അത് ഒബ്ജക്റ്റിഫൈങ് ആണോ? സോ ആൻഡ് അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സോ ഐ ആം ഡൂയിങ് മൈ ആർട്ട് ഇൻ മൈ പോസിബിൾ വേ വിത്ത് എവരിബഡി. എല്ലാവരെയും കൺസെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. സോ എനിക്ക് ആരടാ ചോദിച്ചാൽ ഞാനടാന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഓൾഡ് മങ്ക് വരുന്ന സമയത്തും അതിൽ വിഷ്വൽ റെഫറൻസസ് ലാമറിൻ്റെ ഒരു മ്യൂസിക് ആൽബമായിട്ട് അതിലൊരു ഇമേജ് ഉണ്ടല്ലോ, എ ലേഡി ഹോൾഡിങ് എ ബേബി ആൻഡ് എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ബേബി. അതുമായിട്ട് റിലേഷൻ അല്ലെങ്കിൽ ട്രിബ്യൂട്ട് ആണോ? ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ലാമറിൻ്റെ വീഡിയോസിനാണ്. ഒരു ഫാമിലി മാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ആ കുട്ടീനായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് എനിക്കൊരു ഫോട്ടോ ആയിട്ട് ഞാൻ ഏഡോട് ചോദിച്ചൊരു സാധനമാണ്. ഞാൻ ഏയുടെ അടുത്ത് പറഞ്ഞു, ജിമിനിയുടെ അടുത്ത് പറഞ്ഞു, കോസ്റ്റ്യൂമൊക്കെ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇങ്ങനെ, അതായത് അന്ന് ആ ഒരു ഔട്ട്ഫിറ്റ് ഇല്ല, എൻ്റെ കയ്യിൽ ആ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ബോധമുണ്ട്. അപ്പോൾ അതിനോട് പെയറായിട്ടുള്ള ഔട്ട്ഫിറ്റ് പുള്ളിക്കാരിക്ക് ആ ഒരു ടൈപ്പ് ഞാൻ അടിച്ചു കൊടുത്ത്, സ്ട്രൈപ്പ് ബ്ലാക്ക് വിൻറ്റേജ് ടൈപ്പ് ഓഫ് സ്യൂട്ട് ലേഡീസ് ഇടുന്ന കേളി ഹെയർ. അപ്പോൾ മോഡൽ ഓൾറെഡി കൃഷ്ണൻ ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഫൈനലിങ്ങിലാണ്. അപ്പോൾ കേളി ഹെയർ വേണം, ഒരു മെസ്സി. ആൻഡ് എനിക്ക് വേണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് മ്യൂസിക് വീഡിയോയിൽ കാണിക്കുന്നത് 2 പിള്ളേരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയാണ്, അല്ലാതെ ഇന്നലെ കല്യാണം കഴിച്ച ഹണിമൂണല്ല. സോ എനിക്ക് ആ ഒരു മിനിമൽ കെമിസ്ട്രി മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എങ്ങനെയാണോ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും പെരുമാറുക, അത്രയും മതി. ഇന്ത്യൻസ് വേണ്ട. ആ ഒരു പെട്ടെന്ന് കയറി വെക്കണു ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആ ഒരു അവിടുത്തെ ഒരു ഞാൻ ആകെ എനിക്കൊരു 3 മ്യൂസിക് വീഡിയോയിൽ ഇത്ര ടൈമാണ് അത് എടുക്കാൻ കിട്ടുക. സോ എനിക്കത് മതി. അപ്പം ഇതായിരുന്നു എൻ്റെ കൺസേൺ. പിന്നെ ഈ അതിൽ ഞാൻ ഫോട്ടോ ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊരു ഫോട്ടോ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, വൈ നോട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ദീസ് ലൈക്ക് എ വീഡിയോ. വീഡിയോയിലൊരു വീഡിയോ, അതായത് ഒരു ഫോട്ടോ ഷൂട്ട് സെറ്റ് ചെയ്യാം, അത് വീഡിയോയിൽ എടുക്കാം. ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഒരു വീഡിയോയിൽ എടുക്കാം. അങ്ങനെയാണ് ആ സീൻ തന്നെ ഉണ്ടാവുന്നത്. ആ കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെൻഡ്രിക്ക് ലാമറിൽ നിന്ന് എനിക്ക് ആ ഒരു മൊത്തം ദ വോൾ ഇൻസ്പിറേഷൻ കിട്ടി. പക്ഷെ ഇതിൻ്റെ ഒരു പരിപാടി ഇങ്ങനെയായിരുന്നു. കുട്ടീനെ എടുത്തിട്ട് അവർ ജെമിനി തന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ടിൽ നിന്ന് ഞാൻ ഒന്നും കൂടെ ഇംപ്രവൈസ് ചെയ്തിട്ട് എടുത്ത ഒരു സീനായിരുന്നു അത്. പിന്നെ എൻ്റെ ഹോൾ ഐഡിയ
അതിൽ ഡിഫറെൻറ്റ് ഒരു ഒരു ആണിൻ്റെ ഒരു പെണ്ണിൻ്റെയും സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അതിലൊരു ഫാമിലിയിൽ ആ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിൽ കുക്ക് ചെയ്തിട്ട് സ്കൂളിൽ പറഞ്ഞേക്കണതും ഞാൻ തന്നെയാണ്. അവിടെ പിള്ളേരുടെ യൂണിഫോം അയൺ ചെയ്യുന്നത്, ബാഗിൽ പാത്രം ഇട്ട് കൊടുക്കും. അതെ, കുറച്ചും കൂടെ പണികൾ കാണിക്കണമെന്നുണ്ടായിരുന്നു ചെയ്യണത്, പക്ഷെ അതൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെയല്ല, അതൊരു ഓൾറെഡി ഒരു കുട്ടി വളർന്നു വലുതായല്ലോ, അറിയാലോ. പിന്നെ കയ്യിലുള്ളത് ചെറുതാ. അപ്പോൾ ആ ഒരു പ്രസവം കഴിഞ്ഞ് ഒരു ഹെൽത്തൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുക. വീട്ടിൽ വേറെ ആൾ ഇല്ല എന്നുള്ള പക്ഷം അങ്ങനെയാണ് നാച്ചുറൽ. അതാ ഞാൻ പറഞ്ഞത്, കുറേ നാച്ചുറൽ ഡീഫോൾട്ട് ഉണ്ട്, അതിപ്പോൾ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇനി തിരിച്ച് മോഹിനിയാട്ടത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. ഇപ്പം ജിംഖാനയിൽ കുറച്ചുകൂടെ യങ്ങർ ടീമാണ്. പക്ഷെ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പം സുരാജ് ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, കലാരഞ്ജിനി ചേച്ചിയുണ്ട്. ഇപ്പം ഇവരുടെ ഒരു ടീമിൽ എൻ്റെ ഡിഫറെൻറ്റ് ഒരു വൈബായിരിക്കുമല്ലോ. പ്രത്യേകിച്ചും ഭരതനാട്യം കാണുന്ന സമയത്ത് ഇവർ ഫാമിലി ആയിട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ആൾക്കാരും കൂടെയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു ബ്ലെൻഡിങ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഐ ആക്റ്റഡ് വിത്ത് ഹു ആക്റ്റഡ് വിത്ത് ദ വോൾ ഫിലിം ഇൻഡസ്ട്രി. സന്തോഷേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാ മൂവീസിലും ഒരു ഇതുണ്ട്. ആള് 1985 അങ്ങാട്, കറക്റ്റ് അറിയില്ല, ഏകദേശം ആ ടൈം, ആ സമയത്ത് നടനായിട്ട് അഭിനയിച്ചു. ആ ആളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത്, ഞാൻ റിയലൈസ് ചെയ്തത് സ്ലോലിയാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഐ ആം സ്റ്റാൻഡിങ് വിത്ത് എ ജെം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സുരാജ് ചേട്ടനെ പരിചയപ്പെടുന്നു, ആൻഡ് ഷൈജു ചേട്ടനെ പരിചയപ്പെടുന്നു, വിനീത് ചേട്ടനെ പരിചയപ്പെടുന്നു, ജഗദീഷ് ചേട്ടനെ പരിചയപ്പെടുന്നു. പക്ഷേ ഇവരിനെയൊക്കെ എനിക്ക് ലിമിറ്റഡ് ടൈമിന് മാത്രമേ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ നിസ്താർ ചേട്ടനുണ്ട്, നമ്മുടെ ഭീഷ്മയിലുള്ള മമ്മൂട്ടിയുടെ ചേട്ടൻ. അപ്പം സന്തോഷം, ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ മൂവിയിൽ കാണുന്നുണ്ട്, മൂവി നമ്മളത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ ആളിങ്ങനെ പറയും, ഞാനും അന്ന് ജയൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇവർ പറയുന്നത് ഇത് ഹോൾ മൂവി തുടങ്ങിയ സമയത്തുള്ള കഥകളാണ് ഞാൻ കേട്ടത്. എനിക്ക് അവിടുന്ന് കിട്ടിയ അറിവുകളും കഥകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി തോന്നുന്നില്ല വേറെ മൂവി സെറ്റിൽ നിന്ന് അത് കിട്ടുന്നു. അത്രയും ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ് അവർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേര്, 2-3 പേര് ഒരു സ്ഥലത്ത്, ബാക്കി വോൾ ക്രൂ ഒരു വീടിൻ്റെ അപ്പുറമാണ്. പക്ഷെ ഞങ്ങളിവിടെ വേണം, ബട്ട് നമുക്ക് ഒരുപാട് സമയം ഇവിടെ വെറുതെ ഇരിക്കാനും നമ്മൾ മാത്രം ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. സോ ഹീ ഫീൽസ് ദ സൈലൻസ് വിത്ത് ദ സ്റ്റോറീസ്, ആൻഡ് ദ സ്റ്റോറീസ് ഹാവ് ടു ഹിയർ. എന്താണെന്ന് പറയാ, അത് നമുക്കിങ്ങനെ എങ്ങനെയാണത് കിട്ടുക, ഓർമ്മകളിൽ നിന്നാണ് ഈ പറയുന്നത്. ഫോണുകളും ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് അത്രയും സ്റ്റോറീസാണ്. ഈ ഇന്നത്തെ പോലെ ഓരോരുത്തർക്കും ഓരോ കാരവാനില്ല, എല്ലാവരും ഒന്നിച്ചിരിക്കും. അപ്പം ഉണ്ടാവുന്ന കുറേ സ്റ്റോറീസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്. സുരാജ് ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാവരുടെ അടുത്താണെങ്കിലും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള സന്തോഷമായിട്ടുണ്ട്. ഈ ഇപ്പം പുതിയ സിനിമകൾ വരുന്നു, പുതിയ സിനിമകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആസ് ആൻ ആക്ടർ അതിലേക്ക് പോകാൻ ലൈക്ക് എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഓവർ മ്യൂസിക് ആണോ? മ്യൂസിക്കിൽ എന്താണ് ഇനി യുവർ പ്ലാൻസ്? മ്യൂസിക്കിൽ ഇതാണ്, നല്ല മ്യൂസിക് ഉണ്ടാക്കുക, നല്ല മ്യൂസിക് വീഡിയോസ് ഉണ്ടാക്കുക, ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രീനെ വളർത്തുക, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് റാപ്പ് കൾച്ചറിനെ വളർത്തുക, അതിനെ നല്ല രീതിക്ക് മറ്റേ ബിസിനസ് പരമായിട്ടും എല്ലാ രീതിക്കും അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക. ഇതിങ്ങനെയാണ്, ഇതിനൊരു സോളിഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഉണ്ട്, ചില എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരിക. ആൻഡ് ആസ് എൻ ആക്ടർ നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യുക, ഒരുപാട് ചെയ്യാതെ നല്ല ക്യാരക്ടർ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇൻ ദ സെൻസ് നല്ല വരുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, പാട്ടും അഭിനയവും ആർട്ടും കോസ്റ്റ്യൂമും ഇതൊക്കെ ആയിട്ടൊരു കലയുടെ ഒരു 4-5 ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോവുക. സമാധാനം, ഡയറക്ഷൻ, സമാധാനം എന്ന് പറയുന്നത് എന്താ വരാമെന്ന് അറിയില്ല, അതിന് തേടി പോയിട്ട് കാര്യമില്ല. അപ്പം ബിസി ആയിട്ടിരിക്കുക വിത്ത് ആർട്ട് എന്നുള്ളൊരു സാധനമാണ്. ആൻഡ് ഐ മീറ്റിംഗ് ഗുഡ് പീപ്പിൾ, ആൻഡ് ഐ മെറ്റ് യു, ആൻഡ് ഡെയിലി നമ്മൾ നമ്മുടെ ആർട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാരെ കാണല്ലേ. സോ ഹാപ്പി. തെരഞ്ഞെടുപ്പിന് പോളിന്റെ നെക്സ്റ്റ് ഡേ ആണ് സിനിമ റിലീസ് ആവുന്നത്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, 10-ാം തീയതി മോഹിനിയാട്ടം. തെരഞ്ഞെടുപ്പിന് ചൂടാണല്ലോ ഇപ്പോൾ ഉള്ളത്. ബേബിജീന്റെ പൊളിറ്റിക്സ് എന്താണ്? രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ എൻ്റെ മ്യൂസിക്കിൽ കൂടെ പറയുന്നുണ്ട്.
അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പിന്നെ ഒരു ചെക്ക് വരെ ആവാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു തിരക്കുള്ള ജീവിതമാണ് അടിപൊളി എന്നുള്ള ആ ഒരു അൺകോൺഷ്യസ് എല്ലാവർക്കും ആയിട്ടുണ്ട് അല്ലേ. കോൺഷ്യസ്ലി എല്ലാവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് കയറിയിട്ട് തിരക്കുള്ള ജീവിതമാണ് അടിപൊളി. മറ്റേത് അതല്ല, സ്ലോ ആയിട്ടുള്ള ഒരു ജീവിതവും അടിപൊളിയാണ്. ഇതിനും ഇതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതൊക്കെ നോക്കി പോവുക എന്നുള്ളൊരു സാധനമൊക്കെ തന്നെയാണ്. അപ്പം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂട്ടുക ആൾക്കാരിൽ, അത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്യാതെ തന്നെ മിനിമലായിട്ട് കീപ്പ് ചെയ്ത് പോവുക. ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അത് പേഷ്യൻസ്. അപ്പം സമാധാനമുള്ളൊരു ലോകം എന്ന് ഞാൻ പറയുന്നില്ല. വയലൻസും വേണം. വയലൻസും വേണം. വയലൻസ് ഇല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഭൂമി ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലോകം ഉണ്ടാവട്ടെ. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.